നമസ്കാരം. സഹാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ പ്രധാനമായും റെയിൽവേ ഗതാഗതമുണ്ട്, റോഡ് ഗതാഗതമുണ്ട്, വ്യോമ ഗതാഗതമുണ്ട്, അതുപോലെ ജലഗതാഗതമുണ്ട്. അങ്ങനെ ഒട്ടനേകം ഗതാഗത മാർഗ്ഗങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് CSEB എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസുകളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളും ഉൾപ്പെടുന്ന ഒരു നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ അങ്ങോട്ട് മുന്നോട്ടെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, പഠിപ്പിക്കുന്ന പോയിന്റുകൾ കൂടെ പഠിച്ചു പോവുക. ആദ്യം നമ്മൾ ചർച്ച ചെയ്യും റെയിൽവേ ഗതാഗതം. ഓക്കെ, അപ്പോൾ ആദ്യം എന്നത്തെയും പോലെ നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദൂരമോടുന്ന ട്രെയിൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാണ് ഉത്തരം? പറഞ്ഞു നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ് ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ഇൻ ദ കൺട്രി. ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ഇൻ ദ കൺട്രി ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ കണ്ട PYQ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും കാണും. അപ്പോൾ മനസ്സിൽ കൊണ്ടുവരിക, PYQ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി എയർ കണ്ടീഷൻ ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളമുണ്ട്, കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞു നോക്കുക. ഉത്തരം തെറ്റട്ടെ ശരിയാവട്ടെ എന്തോ ആയിക്കോട്ടെ, ഉത്തരം പറഞ്ഞു നോക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ശേഷം ഒരിക്കൽ കൂടി PYQ എടുത്ത് നോക്കുക. ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉറപ്പായും നമ്മുടെ മനസ്സിലേക്ക് ശരി ഉത്തരങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ആദ്യമായി എയർ കണ്ടീഷൻ ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കർണാടകയാണ്. നമ്മുടെ PYQ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നെ 2 PYQ ആയിട്ടുണ്ട് റെയിൽവേയിൽ നിന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫസ്റ്റ് ട്രെയിൻ സർവീസ് ഥാർ എക്സ്പ്രസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ഫ്രം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ഒരു ട്രെയിൻ സർവീസാണ് ഥാർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ്. ഥാർ എക്സ്പ്രസ് ഇന്ത്യയിൽ എവിടെ നിന്ന് തുടങ്ങുന്നു, പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ PYQവിൻ്റെ ഉത്തരം ജോധ്പൂർ ആണ്. ഓക്കെ, അപ്പോൾ ഥാർ എക്സ്പ്രസ്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഥാർ എക്സ്പ്രസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ജോധ്പൂരിൽ നിന്നാണ്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇന്ത്യൻ റെയിൽവേ വാസ് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ. ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്ത വർഷം ഏതാണ്? ഇത് നമ്മുടെ CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം CSEB എക്സാമിന് തന്നിരുന്ന ഉത്തരം 1950 ആണ്. അവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ക്ലാസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ഉത്തരം ഏത് തന്നെ പഠിച്ചു വയ്ക്കുക, 1950 തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണേ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റണ്ണിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഖൊരഗ്പൂർ ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഛത്രപതി ശിവജി ഉണ്ട്, ചെന്നൈ ടെർമിനൽ ഉണ്ട്, ഹൂബ്ലി ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം? നമ്മുടെ പലരുടെയെങ്കിലും അല്ലെങ്കിൽ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ ഖൊരഗ്പൂർ ഉത്തരം വരും. തെറ്റാണ്. ഉത്തരം കർണാടകത്തിലെ ഹൂബ്ലി. ഖൊരഗ്പൂർ ആയിരുന്നു. ഖൊരഗ്പൂറിന് ഇപ്പോൾ എത്രാം സ്ഥാനമാണ്? ഹൂബ്ലി ഇപ്പോൾ എത്രാം സ്ഥാനമാണ്? ഹൂബ്ലി ഇപ്പോൾ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹൂബ്ലിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഫാക്റ്റുകൾ പഠിക്കും. ഇപ്പോൾ പഠിക്കും, ഈ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ശരി. അടുത്ത PYQ ക്വസ്റ്റ്യൻ നോക്കിയേ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ താഴെ പറയുന്നവ ഏതൊക്കെയാണ്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഹ മംഗലാപുരമുണ്ട്, പൂനെ മംഗലാപുരമുണ്ട്, മുംബൈ താനെയുണ്ട്, മുംബൈ മംഗലാപുരമുണ്ട്. ഏതാ ഉത്തരം? റോഹ മംഗലാപുരം. കൊങ്കൺ റെയിൽവേ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ എന്ന് തുടങ്ങി, ആരാണ് കൊങ്കൺ റെയിൽവേയുടെ പിന്നിൽ പ്രവർത്തിച്ച ആള്, അതിൻ്റെ ബാക്കി പ്രത്യേകതകൾ, എവിടെ നിന്ന് എങ്ങോട്ട് ബന്ധിപ്പിക്കുന്നു ഒക്കെ പഠിക്കും. ഒക്കെ വള്ളി പുള്ളി വിടാതെ പഠിക്കും. ശ്രദ്ധിച്ചിരുന്നോ?
ശരി, അപ്പോൾ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഓക്കെയാണോ? ശരി, അപ്പോൾ നമ്മൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ് കണ്ടു. ഈ PYQ ക്വസ്റ്റ്യനുകൾ നമ്മുടെ ക്ലാസ്സിനകത്ത് എവിടെയൊക്കെയാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ബാക്കി പോയിന്റുകൾ ഏതൊക്കെയാണ്, ഒരുപാടൊന്നും കാട് കയറി പോകുന്നില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല പോയിന്റുകൾ മാത്രമാണ് പഠിക്കുന്നത്. ശരി, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? അതെ, 4ാം സ്ഥാനമാണ്. അപ്പോൾ റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനത്താണ്. റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സിമ്പിൾ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്ന 3 രാജ്യങ്ങൾ USA, ചൈന, റഷ്യ. അപ്പോൾ USA-യോടും ചൈനയോടും റഷ്യയോടും ഒക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള റെയിൽവേ ശൃംഖലകൾ നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. ഓക്കെ, അപ്പോൾ USA-യോടും ചൈനയോടും റഷ്യയോടും ഒക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, അത്രയൊന്നും മോശമല്ലാത്ത, നമ്മൾ കുറ്റമൊക്കെ പറയുമെങ്കിലും അത്രയൊന്നും മോശമല്ലാത്ത ഒരു സർവീസാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നമുക്ക് തരുന്ന സേവനങ്ങളെന്ന് പറയുന്നത്. ഓക്കെയാണ്? ശരി, ഇന്ത്യൻ റെയിൽവേയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 2ാം സ്ഥാനമാണ്. റെയിൽവേയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് റെയിൽവേ ശൃംഖലയുള്ള ലോകരാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് പഠിച്ചു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുപാട് ജോലിക്കാർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ കാണാമല്ലേ, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വർക്ക് ചെയ്യുന്നവരെ കാണാം. നമ്മൾ കാണാത്ത ഒട്ടനേകം ആളുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെയൊക്കെ ചേർത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത്. ശരി, ഇനി നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന റെയിൽവേ ലൈനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. റെയിൽവേ ലൈനുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. റെയിൽവേ ലൈനിൻ്റെ ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഉത്തർപ്രദേശ് എന്നാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ ദൈർഘ്യമുള്ള റെയിൽവേ ലൈനുകളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഉത്തർപ്രദേശ് എന്നാണ്. ഉത്തർപ്രദേശിലാണ് റെയിൽവേ ലൈനിൻ്റെ ദൈർഘ്യം കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 18 റെയിൽവേ സോണുകളാണുള്ളത്. നമ്മുടെ റെയിൽവേയെ പല സോണുകളായി തിരിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 18 റെയിൽവേ സോണുകളാണ് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളത്. ഈ റെയിൽവേ സോണുകളിൽ ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക സതേൺ സോണാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക സതേൺ സോണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ എന്ന് പറയുന്നത് സതേൺ സോണാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേയുള്ള ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞേ 4 ആണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈനിൻ്റെ ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. മൊത്തം 18 റെയിൽവേ സോണുകളുണ്ട്. ഈ 18 എണ്ണത്തിൽ ആദ്യം നിലവിൽ വന്ന റെയിൽവേ സോൺ സതേൺ സോണാണ്. ഓക്കെ, ക്ലിയർ ആണേ? ശരി, അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും അതോടൊപ്പം ട്രാക്ക് നീളവുമുള്ള റെയിൽവേ സോൺ ഏത്? ആദ്യം വന്നത് നമ്മൾ പഠിച്ചു, ഏതായിരുന്നു? സതേൺ സോണാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള, ഏറ്റവും കൂടുതൽ റൂട്ടിന് നീളമുള്ള, അതോടൊപ്പം ട്രാക്കിനും ഏറ്റവും കൂടുതൽ നീളമുള്ള റെയിൽവേ സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ സോണാണ്. അപ്പോൾ നോർത്തേൺ സോണിലാണ് ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റൂട്ടുകൾ ഉള്ളത്. അതുപോലെ ട്രാക്കിന് നീളം കൂടുതലും നോർത്തേൺ സോണിലാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ദൈർഘ്യം കുറവുള്ള റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്ത റെയിൽവേ സോണാണ്. റൂട്ട് ദൈർഘ്യം കുറവുള്ള റെയിൽവേ സോൺ കൊൽക്കത്ത റെയിൽവേ സോണാണ്. അപ്പോൾ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ആണ്. ആദ്യം നിലവിൽ വന്നത് സതേൺ സോണാണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും ട്രാക്ക് നീളവുമുള്ളത് നോർത്തേൺ സോണിനാണ്. എങ്കിൽ റൂട്ട് ദൈർഘ്യം കുറവ് കൊൽക്കത്ത സോണിനാണ്. ക്ലിയർ? ഓക്കെ ആണേ? നമ്മളിത് കഴിഞ്ഞ് ഒന്നും കൂടെ പറയും. ഓക്കെ ആണേ? എങ്കിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും മൊത്തം ട്രാക്ക് നീളവുമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും മൊത്തം ട്രാക്ക് നീളവുമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ട്രാക്ക് നീളവും ഏറ്റവും കൂടുതൽ റൂട്ടിന് ദൈർഘ്യമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്.
കുറവ് ട്രാക്ക് നീളമുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയേണ്ടത് മിസോറാം എന്നാണ്. കുറവ് ട്രാക്ക് നീളമുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയേണ്ടത് മിസോറാം. ഏറ്റവും കുറവ് ട്രാക്ക് നീളമുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയേണ്ടത് മിസോറാം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യമായിട്ട് ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ പറയുക. നമ്മളോട് ചോദിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ പറയുക 1853 ഏപ്രിൽ 16 1853 ഏപ്രിൽ 16 മുതൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചു. 1853 ഏപ്രിൽ 16 മുതൽ ഇന്ത്യയിൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം നമ്മുടെ PYQ ക്വസ്റ്റ്യൻ 1951 ആണ്. സ്വാഭാവികമായും സംശയമുണ്ടാകും. നേരത്തെ കണ്ട ഉത്തരം 1950 ആണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കുന്ന വർഷം 1951 ആണ്. നമ്മുടെ CSEB എക്സാമിൻ്റെ ആ PYQ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരുന്ന ഉത്തരം 1950 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ട് 51 ഓപ്ഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ 1951 ആയിരിക്കും ഉത്തരം. 1951 ഇല്ല, 50 ആണ് തന്നിരിക്കുന്നതെങ്കിൽ, 51 ഇല്ലാതെ 50 തന്നിരിക്കുന്നുവെങ്കിൽ അത് ഉത്തരം എഴുതാം. ഓക്കെ, ശരിയായ ഉത്തരം ദേശസാൽക്കരിച്ച വർഷം 51 തന്നെയാണ്. ഒക്കെയാണ്. അപ്പോൾ 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു. 1951 നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെ ദേശസാൽക്കരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതെന്ന് ചോദിച്ചാൽ പറയുക ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ ദൂരമുള്ള ബോംബെ മുതൽ താനെ വരെയുള്ള പാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത. കൂടെ പറഞ്ഞു പോകണം, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബോംബെ മുതൽ താനെ വരെയുള്ള റെയിൽവേ പാതയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ച വർഷം, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചത് 1856 ജൂലൈ 1 1856 ജൂലൈ 1. ഒരിക്കൽ കൂടി മനസ്സിൽ പറ, 1856 ജൂലൈ 1 തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൈൻ റെയിൽവേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൈൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ 1881 മുതൽ സർവീസ് ആരംഭിച്ചു. എന്നാൽ ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി, ലോകത്തിലെ ഏറ്റവും ഒരു പഴയ തീവണ്ടി ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഫെയറി ക്യൂൺ. ഫെയറി ക്യൂൺ. ഓക്കെ, ഫെയറി ക്യൂൺ ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടിയാണ് ഫെയറി ക്യൂൺ. പോയിന്റുകളൊക്കെ ക്ലിയർ ആണ്. നമുക്ക് ഒന്നും കൂടി പറയാം. ഇനി ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിൽ ഉറച്ചുത്തരം പറയുക. ഓക്കെ, ശരി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെയാണ്? ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 ബോംബെക്കും കുർളയ്ക്കും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തുന്നത്. 1925 വർഷം നമ്മുടെ ബോംബെ മുതൽ കുർള വരെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക് ട്രെയിൻ ഓടും. അപ്പോൾ അങ്ങനെ ഓടിയ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഡെക്കാൻ ക്യൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിസ്സംശയം പറയാം, ട്രെയിനിൻ്റെ പേര് ഡെക്കാൻ ക്യൂൺ എന്നാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെക്കും കുർളയ്ക്കും ഇടയിലാണെന്ന് പറയുക. വർഷം ചോദിച്ചാൽ 1925 ആണെന്ന് പറയുക. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ, ശ്രദ്ധിച്ചു പഠിക്കുക, ഭിന്നശേഷി സൗഹൃദ ട്രെയിനാണ് പഠിക്കുന്നത്. ഗുണ്ടൂർ വിക്രാഭാദ് പാൽനാട് എക്സ്പ്രസ്. എങ്ങനെയാ? ഒന്നും കൂടെ പറഞ്ഞേ, കൂടെ പറഞ്ഞേ. ഗുണ്ടൂർ വിക്രാഭാദ് പാൽനാട് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിനാണ് ഗുണ്ടൂർ വിക്രാഭാദ് പാൽനാട് എക്സ്പ്രസ്. അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടി ഏതാണ്? ഒരു സംസ്ഥാനത്തിനകത്ത് കൂടി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടി ചോദിച്ചാൽ പറയുക കോലാപൂർ ദോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ്. കോലാപൂർ ദോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ് ആണ് ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അധികം ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലാണ് നമ്മൾ പഠിക്കുന്നത്. സ്വാഭാവികമായും കുറച്ചധികം പോയിന്റുകളാകുമ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. പഠിക്കുന്ന പോയിന്റുകൾ കൂടെ പഠിച്ച് പറഞ്ഞ് തറവാക്കി പോകുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കാനുള്ള ട്രിക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റാത്തിടങ്ങളും പറ്റുന്നിടങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക.
ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യൻ റെയിൽവേ ലോകരാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. റെയിൽവേയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടെ പറഞ്ഞ 2ആണ്. വെരി ഗുഡ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യൻ റെയിൽവേ ആണ്. നിലവിൽ റെയിൽവേ ലൈനിന്റെ ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം എന്തെന്ന് പറയണം? ഉത്തർപ്രദേശ് എന്ന് പറയുക. നിലവിൽ ഇന്ത്യയിൽ 18 റെയിൽവേ സോണുകളാണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ സദേൺ സോൺ ആണെങ്കിൽ നോർത്തേൺ സോണിന്റെ ക്വസ്റ്റ്യൻ നോർത്തേ. യെസ്, വെരി ഗുഡ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും അതോടൊപ്പം ട്രാക്ക് നീളവുമുള്ള റെയിൽവേ സോണാണ് നോർത്തേൺ സോൺ. റൂട്ട് ദൈർഘ്യം കൂടുതൽ പഠിച്ചാൽ റൂട്ട് ദൈർഘ്യം കുറവ് പഠിക്കണം. റൂട്ട് ദൈർഘ്യം കുറവ് കൊൽക്കത്ത മെട്രോ റെയിൽവേക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യവും മൊത്തം ട്രാക്ക് നീളവുമുള്ള സംസ്ഥാനം യെസ്, വെരി ഗുഡ്, ഉത്തർപ്രദേശ്. കുറവ് ട്രാക്ക് നീളമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയുക. ഏതാണ്? മിസോറാമാണ് കുറവ് ട്രാക്ക് നീളമുള്ള സംസ്ഥാനം. ക്ലിയർ? പറയാൻ പറ്റുന്നുണ്ട്? ഓർക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെയാണേ. ശരി, എന്നാൽ പറ, ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സർവീസ് ആരംഭിച്ച വർഷം? കൊള്ളാം, 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16 മുതൽ ഇന്ത്യയിൽ എന്താരംഭിച്ചു? റെയിൽവേ സർവീസ് ആരംഭിച്ചു. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. അതുമായി ബന്ധപ്പെട്ട PYQ നമ്മൾ പറഞ്ഞു. 50 ഉണ്ടെങ്കിൽ 50 എഴുതുക, 51 തന്നാൽ 51 കറക്റ്റ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത. 34 കിലോമീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ആരംഭിച്ച വർഷം പറഞ്ഞേ. വെരി ഗുഡ്, 1856 ജൂലൈ 1. എന്താണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ പ്രത്യേകത? പറ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആയിരുന്നു ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, അല്ലേ? എന്നാൽ എന്താണ് ഫെയറി ക്യൂൺ? ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഫെയറി ക്യൂൺ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് കൊണ്ടുവാ. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി. കൊള്ളാം, എല്ലാവരും പറയുന്നുണ്ട്. അടിപൊളി, കൊള്ളാം, സൂപ്പർ. ശരി, അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് എവിടാന്ന് പറഞ്ഞു? 1825 ബോംബെക്കും കുർളയ്ക്കും ഇടയിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എന്ന് ചോദിച്ചാൽ പറയുക ഡെക്കാൻ ക്യൂൺ ആണ് ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. എന്താണ് ഗുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസിന്റെ പ്രത്യേകത? ഗുണ്ടൂർ വിക്രാനാഥ് പാൽനാട് എക്സ്പ്രസ്. ഒരിക്കൽ കൂടെ മനസ്സിൽ പറ, ഗുണ്ടൂർ വിക്രാനാഥ് പാൽനാട് എക്സ്പ്രസ്. എന്താണ് പ്രത്യേകത? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാണ്? ഗുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസ് ആണ്. എന്നാൽ ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ അധികം ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടി ചോദിച്ചാൽ പറയുക കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ്. കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ്. എല്ലാ പോയിന്റുകളും പറയാൻ പറ്റുന്നുണ്ടല്ലോ? മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? ശരി, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജസ് എക്സ്പ്രസ് എന്നാണ് ഉത്തരം. തേജസ് എക്സ്പ്രസിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളില്ലേ, സ്വകാര്യ ബസ്സുകളല്ലേ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ഓടി വയ്ക്കുന്നേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ നാട്ടിലെ സ്വകാര്യ ബസ്സിന് ഈ പെയിൻ്റ് അല്ല എന്നൊന്നും ചിന്തിച്ച് കളയരുത്. നമ്മളത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത്ര കളർഫുള്ളായിട്ടുള്ള നമ്മുടെ സ്വകാര്യ ബസ്സുകളല്ലേ ഓടും. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിനൊരു ഫിക്സഡ് കളർ ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. തേജസ് എക്സ്പ്രസ് ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ. ഓക്കെ, കണക്ട് ചെയ്ത് വയ്ക്കാനുള്ള രീതി കിട്ടിയല്ലോ. നമ്മൾ കുറേ പഠിക്കുമ്പോൾ മറന്നു പോകും. അപ്പം മറന്നു പോകുന്നതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതിനാണിത് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ്സുകളൊക്കെ ഈ കാണുന്നത് പോലെ കളർഫുള്ളാണ്. അപ്പോൾ സ്വകാര്യ ബസ്സുകൾ കളർഫുള്ളാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ തേജസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനാണ് തേജസ്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുംബൈയാണ്. ഓക്കെ, എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ചോദ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ PYQ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു? M വിശ്വേശ്വരയ്യ ടെർമിനൽ. നമ്മുടെ ഓപ്ഷനിൽ M വിശ്വേശ്വരയ്യ ടെർമിനൽ അല്ലായിരുന്നു. പിന്നെയോ കർണാടക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കർണാടകയിലുള്ള നമ്മുടെ
റെയിൽവേ സ്റ്റേഷൻ ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം വിശ്വേശ്വരയ്യ ടെർമിനൽ, ബാംഗ്ലൂർ, കർണാടക. എം വിശ്വേശ്വരയ്യ ടെർമിനൽ, ബാംഗ്ലൂർ, കർണാടക. കർണാടകത്തിലെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന എം വിശ്വേശ്വരയ്യ ടെർമിനലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മുടെ 2 PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു. ഓക്കെ ആണേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എം വിശ്വേശ്വരയ്യ ടെർമിനൽ, ബാംഗ്ലൂർ, കർണാടക. ആദ്യത്തെ AC സബർബൻ ട്രെയിൻ സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക മുംബൈ ആണ്. ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ, സ്വകാര്യ ട്രെയിൻ എന്ന് വെച്ചാൽ സ്വകാര്യ ബസ്, കളറടിച്ച സ്വകാര്യ ബസ്, സൈഡിൽ എഴുതിയിരിക്കുന്ന പേര് ഓർമ്മ വരണം, എന്തായിരുന്നു? തേജസ്. ഓക്കെ, വെരി ഗുഡ്, തേജസ്. ശരി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. ക്ലിയർ? കിട്ടും എങ്കിൽ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്നത് രാജധാനി എക്സ്പ്രസ്. മറ്റത് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ? ഇതോ ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്നത് രാജധാനി എക്സ്പ്രസ് ആണ്. 1969 മാർച്ച് മുതലാണ് രാജധാനി എക്സ്പ്രസ്സിൽ വൈഫൈ സംവിധാനം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്നത് രാജധാനി എക്സ്പ്രസ്. ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. സൂപ്പർ ഫാസ്റ്റ് ആണ്, അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേ ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. എന്നാൽ രാജധാനി എക്സ്പ്രസ് എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ വൈഫൈ സംവിധാനം നിലവിൽ വന്ന ട്രെയിനാണ്. ക്ലിയർ ആണേ? ശരി. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ മുതൽ അലഹബാദ് വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എവിടെ മുതൽ എവിടെ വരെ? മുംബൈ മുതൽ അലഹബാദ് വരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് ട്രെയിൻ ഓടിയത്. എന്നാൽ അടുത്തൊരു സൂപ്പർ ക്വസ്റ്റ്യൻ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ ട്രെയിൻ ഏത്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ ഒരു ട്രെയിൻ നിർമ്മിക്കുന്നു, സ്വന്തമായി നിർമ്മിക്കുന്നു, എന്നിട്ട് അതിനെ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നു. ആ ട്രെയിനിൻ്റെ പേരാണ് പുലത്തിസി എക്സ്പ്രസ്. അപ്പോൾ പുലത്തിസി എക്സ്പ്രസിൻ്റെ പ്രത്യേകത മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുകയും ശ്രീലങ്കയ്ക്ക് കൈമാറുകയും ചെയ്ത ട്രെയിനാണ് പുലത്തിസി എക്സ്പ്രസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഗ്രാമീണ മേഖലയിലെ ചികിത്സാ സഹായം എത്തിക്കാനായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏത്? നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഗ്രാമീണ പ്രദേശങ്ങളിൽ, ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനായിട്ടൊരു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. അതിൻ്റെ പേരാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. നമുക്ക് സേവനം, ചികിത്സാ സഹായം, ചികിത്സ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകളുടെ ലൈഫ് രക്ഷപ്പെടും അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു വെച്ചേക്കുക. ലൈഫ് ലൈൻ എക്സ്പ്രസ് 1991 ജൂലൈ 16 മുതൽ ലൈഫ് ലൈൻ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. ഓക്കെ, എന്നാൽ അടുത്ത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് പരസ്യ പ്രചാരണം നടത്തിയ ട്രെയിൻ ഏതാണ്? നമ്മുടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് എന്ത് ചെയ്തു? ഒരു ട്രെയിനിൽ പരസ്യ പ്രചാരണം നടത്തി. ഏത് ട്രെയിനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് എന്നാണ് പേര്. വളരെ ചെറിയ പേരല്ലേ? നല്ല പേരാണ്. ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഒരിക്കൽ കൂടി പറഞ്ഞേ, ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് പരസ്യ പ്രചാരണം നടത്തിയ ട്രെയിനാണ് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഓക്കെ, കുറച്ച് പോയിന്റുകളായില്ലേ? ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പോൾ പോയിന്റുകൾ ഓർത്ത് മനസ്സിൽ പറയുക കേട്ടോ, മനസ്സിൽ പറയുക. ശരി, നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ നമ്മൾ പറഞ്ഞതാണ്. ശരി, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് ഏതാണ്? തേജസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ PYQ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കർണാടകത്തിലെ ബാംഗ്ലൂരിലെ എം വിശ്വേശ്വരയ്യ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്ന ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജധാനി എക്സ്പ്രസ് 1969 മുതലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്, ഒന്ന് കൂടെ പറ, മുംബൈ അലഹബാദ്. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ ട്രെയിൻ ഏതാടാ? പറഞ്ഞേ. പുലത്തിസി എക്സ്പ്രസ്. ഓക്കെ ആണേ.
എന്തായിരുന്നു ലൈഫ് ലൈൻ എക്സ്പ്രസിന്റെ പ്രത്യേകത? വെരി ഗുഡ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കാനായി ആരംഭിച്ചു. എന്നാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ കേരള ടൂറിസം വകുപ്പ് പരസ്യ പ്രചാരണം നടത്തിയ ട്രെയിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഒക്കെയാണ്. ശരി, പോകാം അടുത്ത പോയിന്റിലേക്ക്. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകൾ. നമ്മുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ലോക്കൽ ട്രെയിനുകൾ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. ടൂറിസ്റ്റ് ട്രെയിനുകളുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലസ് ഓൺ വീൽസ്, മഹാരാജാസ് എക്സ്പ്രസ്, ദി ഡെക്കാൻ ഒഡീസി, ദി ഗോൾഡൻ ചാരിയറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകൾ. ഏതൊക്കെയാണ്? പാലസ് ഓൺ വീൽസ് ഉണ്ട്, മഹാരാജ എക്സ്പ്രസ് ഉണ്ട്, ദ ഡെക്കാൻ ഒഡീസി ഉണ്ട്, പിന്നെയോ ദ ഗോൾഡൻ ചാരിയറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ എന്തെന്ന് പറയുന്നത്? ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ട്രെയിനുകളിൽ രാജസ്ഥാനിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏത്, അല്ലെങ്കിൽ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. ഈ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പറയുക അത് രാജസ്ഥാനാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ എക്സ്പ്രസ് ട്രെയിനാണ് നമ്മൾ നേരത്തെ പഠിച്ച മഹാരാജ എക്സ്പ്രസ്. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ എക്സ്പ്രസ് ട്രെയിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാജ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പോകുന്ന ഈ വെറും കുതിര ട്രെയിനുകളല്ല, നല്ല ട്രെയിനുകളാണ്, ചുമ്മാ പറഞ്ഞതാണ്. നല്ല ലോക നിലവാരമുള്ള ട്രെയിനുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. മഹാരാജ എക്സ്പ്രസ് ആണ് അതിന് ഉദാഹരണം. അപ്പോൾ ലോക രാജ്യങ്ങളിൽ മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ എക്സ്പ്രസ് ട്രെയിനാണ് ഏതെന്ന് പറയുന്നത് മഹാരാജാസ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്നത് രാജസ്ഥാനിലാണെങ്കിൽ മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദി ഡെക്കാൻ ഒഡീസി. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഏതെന്ന് പറയുന്നത് ദി ഡെക്കാൻ ഒഡീസി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏത് ദി ഡെക്കാൻ ഒഡീസി ആണ്. പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്നത് രാജസ്ഥാനിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ട്രെയിനാണ് മഹാരാജാസ് എക്സ്പ്രസ്. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദി ഡെക്കാൻ ഒഡീസി. ഓക്കെയാണേ? ശരി, അങ്ങനെയാണെങ്കിൽ ദ ഗോൾഡൻ ചാരിയറ്റിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ആണ് ഗോൾഡൻ ചാരിയറ്റ്. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഗോൾഡൻ ചാരിയറ്റ് ആണ്. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ഗോൾഡൻ ചാരിയറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിറ്റേജ് ഓൺ വീൽസ് ആണ്. അപ്പോൾ രാജസ്ഥാനിലൂടെ സർവീസ് നടത്തുന്ന ഒരു ആഡംബര ട്രെയിൻ നമ്മൾ പഠിച്ചു, ഏതാണ്? പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിൻ ചോദിച്ചാൽ പറയുക ഹെറിറ്റേജ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് എന്തെന്ന് പറയുന്നത് ഹെറിറ്റേജ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആഡംബര ട്രെയിനുകൾ ക്ലിയർ ആയല്ലോ. ഏതൊക്കെയാണ് ആഡംബര ട്രെയിനുകൾ? പാലസ് ഓൺ വീൽസ് ഉണ്ട്, മഹാരാജാസ് എക്സ്പ്രസ് ഉണ്ട്, ദ ഡെക്കാൻ ഒഡീസി ഉണ്ട്, ദ ഗോൾഡൻ ചാരിയറ്റ് ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളാണ്. ഇതിലെ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന സംസ്ഥാനം ചോദിച്ചാൽ എന്തെന്ന് പറയും? രാജസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ എക്സ്പ്രസ് ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ പറയുക മഹാരാജാസ് എക്സ്പ്രസ്. ഡൽഹി മുതൽ മുംബൈ വരെയാണ് മഹാരാജാസ് എക്സ്പ്രസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ട്രെയിനാണ് ദി ഡെക്കാൻ ഒഡീസി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഗോൾഡൻ ചാരിയറ്റിന്റെ പ്രത്യേകത ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ് ഗോൾഡൻ ചാരിയറ്റ്. അങ്ങനെയാണെങ്കിൽ ഹെറിറ്റേജ് ഓൺ വീൽസിന്റെ പ്രത്യേകത എന്തായിരുന്നു? രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. ഓക്കെ, അടുത്തത് 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടി ഏത്? തുരന്തോ എക്സ്പ്രസ്. 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടി അത് തുരന്തോ എക്സ്പ്രസ് ആണ്. നമ്മൾ നല്ല ഫാസ്റ്റിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ
ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആലോചിച്ച് വയ്ക്കുക. കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നോൺ സ്റ്റോപ്പായിട്ട് നല്ല ഫാസ്റ്റിൽ നോൺ സ്റ്റോപ്പായിട്ട് പോയാൽ ദുരന്തമുണ്ടാകും. ഇതുപോലെ ദുരന്തമുണ്ടാവും. ഈ കൊടുത്തിരിക്കുന്ന ദുരന്തോ എക്സ്പ്രസ് ഒന്നും അല്ല, ഒരു ദുരന്തം, ഒരു റെയിൽവേ ദുരന്തം. എങ്ങനെയാണ് റെയിൽവേ ദുരന്തം ഉണ്ടായത്? എങ്ങനെയാണ് റെയിൽവേ ദുരന്തം ഉണ്ടായത്? നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റായിട്ട് പോയപ്പോൾ ദുരന്തമുണ്ടായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടി തുരന്തോ എക്സ്പ്രസ് ഇനി മറക്കോ? നോൺ സ്റ്റോപ്പായിട്ട് പോയാൽ ദുരന്തമുണ്ടാകും. അപ്പോൾ ദുരന്തം ആലോചിക്കുക. എങ്ങനെയാണ് ദുരന്തമുണ്ടായത്? നോൺ സ്റ്റോപ്പായിട്ട് സൂപ്പർ ഫാസ്റ്റായിട്ട് പോയി, ഭയങ്കര വേഗതയിൽ പോയി. അപ്പോൾ ആരും അങ്ങനെ പോകരുത്, ദുരന്തം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദുരന്തം ഉണ്ടാകുന്നതുകൊണ്ട് 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടിയാണ് എന്തെന്ന് പറയുന്നത്? തുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ തലസ്ഥാനങ്ങളെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീവണ്ടി സർവീസ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരങ്ങളെ അതാത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ് രാജ്യറാണി എക്സ്പ്രസ്. അതായത് ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ, ആ തലസ്ഥാനവും മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ് രാജ്യറാണി എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ രാജാവും റാണി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവോ? ഇല്ല. എവിടെ പോവുള്ളൂ? ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവും പിന്നെ പ്രധാന സ്ഥലങ്ങളിലും മാത്രമേ രാജാവും റാണിയും പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. രാജ്യറാണി എക്സ്പ്രസ്. എന്താണ് രാജ്യറാണി എക്സ്പ്രസിൻ്റെ പ്രത്യേകത? ഒരു സംസ്ഥാനത്തെ തലസ്ഥാനത്തെയും ആ സംസ്ഥാനത്തിൻ്റെ മറ്റു പ്രധാന സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ് രാജ്യറാണി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറേ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏത്? പടിഞ്ഞാറേ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന, തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. പടിഞ്ഞാറേ ഇന്ത്യയിലെ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. അപ്പോൾ എങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുന്നേ? ചുമ്മാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ അല്ല പോകുന്നത്, പിന്നെയോ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയാണ്. തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ കുറച്ച് ഗൗരവത്തോടെ പോകുമെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഗൗരവത്തോടെയൊന്നും അല്ല പോണത്, അങ്ങനെയൊന്നും ആലോചിച്ച് വയ്ക്കരുത്. നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് പോകുന്ന ആളുകൾ കുറച്ച് ഗൗരവത്തോടെ പോവുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ പഠിച്ചു വയ്ക്കാം? ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? ശരി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, എന്താണ് നമ്മുടെ ദ ഗോൾഡൻ ചാരിയറ്റിന്റെ പ്രത്യേകത പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ദക്ഷിണ ഇന്ത്യയിലൂടെ ആരംഭിച്ച ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ്. തുരന്തോ എക്സ്പ്രസ് എന്തായിരുന്നു? 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടിയാണ് തുരന്തോ എക്സ്പ്രസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പറ, എന്താണ് രാജ്യറാണി എക്സ്പ്രസിന്റെ പ്രത്യേകത? ഒരു സംസ്ഥാനത്തെ തലസ്ഥാനത്തെയും അവിടുത്തെ പ്രധാന സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. രാജാവും റാണിയും ഒരു തലസ്ഥാനത്തും പ്രധാന സ്ഥലങ്ങളിലേ പോവുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറേ ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിൻ സർവീസാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ഓക്കെ, ശരി. എന്നാൽ ദാ പിടിച്ചോ അടുത്ത പോയിന്റ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശാസ്ത്ര സാങ്കേതിക വകുപ്പും റെയിൽവേ മന്ത്രാലയവും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ട്രെയിൻ ഏത്? നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ച ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം കൂടെ ചേർന്ന് ഒരു ട്രെയിൻ രൂപകൽപ്പന ചെയ്തിറക്കി. ആ ട്രെയിനിൻ്റെ പേരാണ് വിജ്ഞാൻ റെയിൽ. വിജ്ഞാനം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നതാ? ശാസ്ത്ര സാങ്കേതിക രംഗം, വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചൂടെ? ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശാസ്ത്ര സാങ്കേതിക വകുപ്പും റെയിൽവേ മന്ത്രാലയവും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് വിജ്ഞാൻ റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെക്കുറിച്ച് പഠിച്ചാൽ നല്ല വിജ്ഞാനം നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക വിജ്ഞാൻ ട്രെയിൻ. ഓക്കെ, അപ്പോൾ വിജ്ഞാൻ റെയിൽവേ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുമല്ലോ. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സർവീസ് നടത്തുന്ന ഗൗരവ് എക്സ്പ്രസ് മറന്നു പോകാതിരിക്കുമോ മനസ്സിൽ? ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ് കൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക. ഗൗരവ് എക്സ്പ്രസ് എന്ന് മാത്രം പറയരുത്. നമ്മുടെ തുരന്തോ എക്സ്പ്രസ് എന്തായിരുന്നു? നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് അല്ലേ? നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടിയാണ് തുരന്തോ എക്സ്പ്രസ്. ഓക്കെ, എന്നാൽ ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. വിമാനങ്ങളുടെ സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ശതാബ്ദി എക്സ്പ്രസ്സുകളിൽ ആരംഭിച്ച കോഴ്സ്. അതെ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നിസ്സാര പുള്ളിയല്ല. നമ്മുടെ വിമാനങ്ങളിൽ കൊടുക്കുന്ന അതേ സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി
ഇന്ത്യൻ റെയിൽവേ ശതാബ്ദി എക്സ്പ്രസ്സുകളിൽ ഒരു കോച്ച് ആരംഭിച്ചു. ആ കോച്ചുകളിൽ നമ്മൾ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖസുന്ദരമായിരിക്കാം. വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് പോലെ സുഖമുണ്ടാകും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, ആ ഒരു അനുഭൂതി അല്ലേ, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭൂതി, അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് അനുഭൂതി. അപ്പോൾ നമ്മൾ പോയി അനുഭൂതി കോച്ചുകൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഭൂതി ഉണ്ടാവും. ഇതാണ് അനുഭൂതി കോച്ച്. ഈ അനുഭൂതി കോച്ചുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. അനുഭൂതിയല്ലേ ഇത്? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഈ മനുഷ്യൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. എന്താ അയാളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ്? വിമാനത്തിൽ പോകാൻ പൈസ ഇല്ല, നേരെ പോയി എവിടെ കയറി? ഇന്ത്യൻ റെയിൽവേയുടെ അനുഭൂതി കോച്ചിൽ കയറി. അനുഭൂതി കോച്ചിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല അനുഭൂതിയായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ വിമാനങ്ങളുടെ സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ശതാബ്ദി എക്സ്പ്രസ്സുകളിൽ ആരംഭിച്ച കോച്ചിൻ്റെ പേരാണ് അനുഭൂതി കോച്ച്. ഓക്കെ ഓക്കെ എന്നാൽ എന്തായിരുന്നു വിജ്ഞാൻ റെയിൽ? യെസ്, വെരി ഗുഡ്. ഇന്ത്യൻ റെയിൽവേയും ശാസ്ത്ര സാങ്കേതിക വകുപ്പും കൂടി ചേർന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ്. വിമാനങ്ങളിലെ സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ശതാബ്ദി എക്സ്പ്രസ്സുകൾ ആരംഭിച്ച കോച്ചിൻ്റെ പേര് അനുഭൂതി കോച്ച്. അനുഭൂതി കോച്ച്, അനുഭൂതി കോച്ച്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വഡോദരയിലാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റാഫ്. ഇത് വഡോദരയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം ചായവട ചായവട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കാണിക്കുന്നത്. അപ്പോൾ അയാൾ റെയിൽവേയുടെ ഒരു സ്റ്റാഫാണ്. അയാൾ വിൽക്കുന്നത് വടയാണ്. വട കേട്ടോ, വട എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, പക്ഷേ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ റെയിൽവേയിലുള്ള ഒരു സ്റ്റാഫ് നിന്ന് വട വിൽക്കുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദര. ഓർക്കാൻ പറ്റുന്നില്ലേ? മറന്നു പോവോ? റെയിൽവേയിലെ സ്റ്റാഫ് എന്ത് വിൽക്കുന്നു? വട വിൽക്കുന്നു. റെയിൽവേയിലെ സ്റ്റാഫുകൾക്ക് വട വിൽക്കുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമല്ല റെയിൽവേ സ്റ്റാഫ് കോളേജ്. അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ഉന്നത കോഴ്സുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മളത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ വിചാരിച്ച് വെക്കരുത്. ഇന്ത്യൻ റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയാണ്. എങ്ങനെ ഓർക്കും? ഇന്ത്യൻ റെയിൽവേയിൽ ഒരു മനുഷ്യൻ നിന്ന് വട വയ്ക്കുന്നു, ചായവട ചായവട എന്ന് പറഞ്ഞ് വട നിൽക്കുന്ന ആ മനുഷ്യനെ ഓർത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും റെയിൽവേ സ്റ്റാഫ് കോളേജ് വഡോദര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാഷണൽ റെയിൽ മ്യൂസിയം എവിടെയാണ്? അത് ചാണക്യപുരി, ന്യൂഡൽഹിയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചാണക്യപുരിയിലാണ്. ചാണക്യപുരി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലാണ് ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഒരിക്കൽ കൂടി, ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് എവിടെയാണ്? ലക്നൌവിലാണ്. എന്നാൽ ചാണക്യപുരിൽ എന്തായിരുന്നു? നാഷണൽ റെയിൽ മ്യൂസിയം. നാഷണൽ റെയിൽ മ്യൂസിയം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ബാംഗ്ലൂർ അല്ലെങ്കിൽ നമ്മുടെ ബംഗളൂരു എന്ന് പറയുന്ന ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത്. ഓക്കെ ആണേ. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റാഫ് കോളേജ് എവിടെയാടാ? റെയിൽവേയുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സ്റ്റാഫ് ആരാണ്? വട വിൽക്കണ സ്റ്റാഫ് അല്ലേ? അയാൾ വട വിൽക്കും. അപ്പോൾ വഡോദര. ഓക്കെ, ചാണക്യപുരിയിൽ എന്തായിരുന്നു? നാഷണൽ റെയിൽ മ്യൂസിയമാണ് ചാണക്യപുരിയിൽ. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു. എങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് സ്ഥാപിതമായത് എവിടെയാ? അത് ബാംഗ്ലൂരാണ്. ഓക്കെ ആണേ. എന്നാൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉറപ്പായിട്ടും പേരിൽ തന്നെയുണ്ട്, ചിത്തരഞ്ജൻ എന്നാണ് എൻ്റെ പേര്. പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിന്റെ ആസ്ഥാനം പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജൻ. ഓക്കെ ആണേ, ശരി. എന്നാൽ ഡീസൽ ലോക്കോമോട്ടീവ് വർക്സിന്റെ പേര്? ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണെന്നുണ്ടെങ്കിൽ ഡീസൽ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരാണസിയിലാണ്. വാരാണസി എവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെയ്യുന്നത് പേരാമ്പൂർ, ചെന്നൈയിലുള്ള പേരാമ്പൂരിലാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തല, പഞ്ചാബിലെ
കപൂർത്തലയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്, റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കപൂർത്തല, പഞ്ചാബ്. കപൂർത്തല, പഞ്ചാബ്. എങ്കിൽ എവിടെയാണ് റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ഇന്ത്യയുടെ റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, യലഹങ്കയിലാണ് റെയിൽ വീൽ ഫാക്ടറി. യലഹങ്ക ബാംഗ്ലൂരിലാണ് ഇന്ത്യയുടെ റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ യലഹങ്ക, ബാംഗ്ലൂർ. ഓക്കെ, സ്ഥാപനങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. കൂടെ പറഞ്ഞോ, റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓർക്കാൻ പറ്റും, ഈസി ആയിട്ട്, നമ്മളിനി മറക്കൂല, വഡോദര. നാഷണൽ റെയിൽ മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്യപുരി, ഡൽഹിയാണ്. ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ലക്നൌവിലാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വില്ലേജ് ബാംഗ്ലൂരിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് വർക്കിന്റെ ആസ്ഥാനം ചിത്തരഞ്ജൻ പശ്ചിമ ബംഗാൾ ആണെന്നുണ്ടെങ്കിൽ ഡീസൽ ലോക്കോമോട്ടീവ്സ് വർക്കിന്റെ ആസ്ഥാനം വാരാണസി, ഉത്തർപ്രദേശിലെ വാരാണസിയിലാണെന്ന് ഓർക്കുക. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ, ചെന്നൈയിലാണെങ്കിൽ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, പഞ്ചാബിലാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽ വീൽ ഫാക്ടറി യലഹങ്കയിലാണെങ്കിൽ, ഓക്കെ, യലഹങ്കയിലാണ്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അടുത്തൊരു പോയിന്റ്, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിടി ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന സംവിധാനമാണ് കവച്. നമ്മുടെ ട്രെയിനുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഒരു ട്രെയിൻ ഒരു പാളത്തിൽ കൂടെ മാത്രമല്ല, ഒരു പാളത്തിൽ കൂടെ പല ട്രെയിനുകൾ ഓടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ, സാധാരണഗതിയിൽ സംഭവിക്കാറില്ല, ചിലപ്പോൾ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? കവച്. കവച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കവച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. ഓക്കെയാണേ, പോയിന്റുകളൊക്കെ ക്ലിയർ ആണ്. ഇത്രയും നേരം പറഞ്ഞ പോയിന്റുകളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, നന്ദി.